Yes, good afternoon. Okay, Ranjita. Okay, farmers, farmer. Okay, let us start. Okay, ready. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ടെൻസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് അതിൽ 2 ടെൻസിന്റെ കാര്യം കഴിഞ്ഞു. ഈ അടുത്തത് 3ാമത് ടെൻസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അതിനോടൊപ്പം തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ റെഡിയാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് പറയാവുന്ന കാര്യങ്ങൾ ഒരു ഇന്റർവ്യൂവിനോ മറ്റോ പോയി കഴിഞ്ഞാൽ ഗീവ് ആൻ ഇൻട്രൊഡക്ഷൻ അബൌട്ട് യുവേഴ്സെൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ഇൻട്രൊഡക്ഷൻ തയ്യാറാക്കുന്ന കേസിലാണ് ഞാൻ പറഞ്ഞിരുന്നു. എന്താ പറയുക, രഞ്ജിത കയ്യിലുണ്ടോ സംഗതി? ഉണ്ട് സർ. ഓക്കെ ഓക്കെ ഓക്കെ, പറഞ്ഞോളൂ, അവതരിപ്പിച്ചോളൂ. Good afternoon, sir. Good afternoon. Thank you for this opportunity to introduce myself. My name is Ranjita Ravi, Yes. and I am from Idukki. I have completed my post-graduation in commerce from Mahatma Gandhi University. I have 1 year experience as a branch postmaster and a brief experience in private sector bank. I am hardworking, self-motivated, and eager to learn.
My goal is to secure a position in a reputed organization where I can grow professionally while contributing to its success. Thank you. ഓക്കെ 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 കൊള്ളാം. അതൊന്ന് ഇപ്പൊ കറക്റ്റ് വായിക്കുന്ന പോലെ ഫീൽ ചെയ്തു. അത് വായിക്കുന്ന പോലെ അല്ലാതെ ഫീൽ ചെയ്യുന്ന രീതിയിൽ പ്രസന്റ് ചെയ്തു. ഓക്കെ ഓക്കെ ഓക്കെ. പാമുന്റെ കയ്യിലുണ്ടോ? തോമസ്? ഓക്കെ 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 റെഡി ആക്കിയാൽ മതി. രമ്യയുടെ കയ്യിലുണ്ടോ അത്? സെൽഫ് ഇൻട്രൊഡക്ഷൻ ആക്ച്വലി പ്രിപ്പയർഡ് അല്ല സർ, ശ്രമിക്കാം. ഓക്കെ പറഞ്ഞോളൂ. Good afternoon, sir. Good afternoon. First of all, thank you for giving me this opportunity for introduce myself. My name is Ramya Krishnan, and I'm coming from Kasaragod. I have completed my diploma architectural designing from Government IT College, Kasaragod. I am come from family of 6 members, and I have 4 years experience from building field. My strength includes being a self-motivated person and hardworking skill. My hobby is learning and watching thriller movies, web series, etc. My short-term goal is get a job in this company, and my long-term goal is achieve a good position where I can build my career and help the organization too. That's all, sir. വെരി ഗുഡ്. Thank you for this opportunity. ഓക്കെ ഓക്കെ നന്നായിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് മോഡിഫൈ ചെയ്താൽ മതി. ഓക്കെ 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 ഓക്കെ. ശ്രീജാമോൾ. ശ്രീജാമോൾ. സൂര്യ അജീഷ്. ഓക്കെ 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 റെഡി. ഇപ്പൊ അവര് കണക്ട് ആവുന്നില്ല. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് സെൽഫ് ഇൻട്രൊഡക്ഷൻ. നിങ്ങളെ തന്നെ ഒന്ന് പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ എങ്ങനെ പരിചയപ്പെടുത്തും ഈ കാര്യമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. യെസ്. അപ്പൊ അതില് ഒന്നുകൂടി ഒന്ന് റെഡിയാക്കാനുണ്ട്. ഓക്കെ ഓക്കെ കുഴപ്പമില്ല. യെസ്, ഫസ്റ്റ് ടൈം അതിന് കുഴപ്പമില്ല. ഓക്കെ. ഇന്നിപ്പോ നമ്മൾ വേറൊരു കാര്യം പറയുന്നത് അടുത്ത ഒരു ടെൻസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ആ ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ആണ്. നമുക്കറിയാം സിമ്പിൾ പ്രസന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാബിച്വൽ ആക്ഷനാണ്. സിമ്പിൾ പാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു പോയൊരു സംഭവമാണ്. അതിൽ നിന്ന് നമുക്ക് അടുത്ത് പറയാൻ പറ്റും സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന സംഭവമാണ്. അപ്പൊ വരാൻ പോകുന്ന കാര്യത്തെ കുറിച്ച് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുന്ന ടെൻസ് ഉപയോഗിക്കുന്നത്. അതെങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? ആദ്യം സബ്ജക്റ്റ് എഴുതുന്നു, അത് കഴിഞ്ഞതിന് ശേഷം വില്ല് അല്ലെങ്കിൽ ഷാൽ എഴുതുന്നു, അത് കഴിഞ്ഞതിന് ശേഷം വെർബ് എഴുതുന്നു, ആ വെർബിന്റെ പ്രസന്റ് ടെൻസ്. അപ്പോൾ അതിന്റെ സ്ട്രക്ചർ നമ്മൾ പറയുകയാണെങ്കിൽ യെസ് പ്ലസ് വില്ലോ ഷാൽ പ്ലസ് വെർബ്, ആ വെർബിന്റെ പ്രസന്റ് ടെൻസ്. സബ്ജക്റ്റ് എഴുതി, വില്ല് അല്ലെങ്കിൽ ഷാൽ എഴുതി, അത് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പ്രസന്റ് ടെൻസും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനെ നമുക്ക് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് എന്ന് പറയും. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് പറയും. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഐ വിൽ ഡു മൈ ഹോംവർക്ക്. ഐ സബ്ജക്റ്റ് ആണ്, വില്ല് ഉപയോഗിച്ചിട്ടുണ്ട്, ഡു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റ് ടെൻസ് ഓഫ് ദി വെർബാണ്. ഐ വിൽ ഡു മൈ ഹോംവർക്ക്. I will get up at 6 o'clock in the morning.
I will, subject I, will I get up? Verb 1, present tense of the verb 1, get up. Yes, I will get up at 6 o'clock in the morning. I will drink a cup of tea in the morning. I will drink a cup of tea in the morning. ഞാൻ രാവിലെ എന്ത് ചെയ്യുന്നു? ഒരു കപ്പ് ചായ കുടിക്കും എന്നാണ് പറയുന്നത്. യെസ്. അപ്പൊ അതുപോലെ നിങ്ങൾ വില്ല് വെച്ചിട്ട് ഒന്നിയുടെ വാചകം പറയുക. ആ വാചകം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭാവിയിൽ അല്ലെങ്കിൽ നാളെ നിങ്ങൾ ഇന്ന് ചെയ്യേണ്ടതായിരുന്നു, പക്ഷെ ഇന്ന് നിങ്ങൾ ചെയ്യുന്നില്ല. ഇന്ന് നിങ്ങൾ റൂം ക്ലീൻ ആക്കിയില്ല. അപ്പൊ നിങ്ങൾ പറയുക ഐ വിൽ ക്ലീൻ ദ റൂം ടുമാറോ. ഐ വിൽ ക്ലീൻ ദ റൂം ടുമാറോ. നാളെ ഞാൻ റൂം ക്ലീൻ ആക്കും. യെസ്. അതല്ലെങ്കിൽ അടുത്ത വർഷം ചെയ്യേണ്ട കാര്യമാണ്. ഐ വിൽ സെക്യൂർ എ ജോബ് നെക്സ്റ്റ് ഇയർ. ഞാൻ അടുത്ത വർഷം ഒരു ജോലി ഉറപ്പാക്കും. ഐ വിൽ റൈറ്റ് ദ എക്സാമിനേഷൻ. നമുക്ക് സമയം പറയാം 2025 മാർച്ച്. അപ്പൊ സബ്ജക്റ്റിൽ നിന്നും ഓക്കെ ശ്രീജ പറയുന്നു ഐ വിൽ റീഡ് എ ബുക്ക് ടുമാറോ. ശരിയാണ്. സൂര്യ പറയുന്നു ഐ വിൽ പാക്ക് മൈ ബാഗ് നെക്സ്റ്റ് ഡേ. ശരിയാണ്. പൂജ പറയുന്നു ഐ വിൽ ഗോ ടു ദുബായ് ടുമാറോ. ഓക്കെ, കറക്റ്റ് ആണ്. അപ്പൊ ബില്ല് കഴിഞ്ഞതിന് ശേഷം പ്രസന്റ് ടെൻസ് ഓഫ് ദി വെർബ്. ഓക്കെ, ഇനി ഒന്നെണ്ണം കൂടി. ബില്ല് കഴിഞ്ഞതിന് ശേഷം പ്രസന്റ് ടെൻസ് ഓഫ് ദി വെർബും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഫ്യൂച്ചർ ടെൻസ് ആണ്. യെസ്. നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ച, നിങ്ങൾ ചെയ്യുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള ഒരു ഡിറ്റർമിനേഷൻ അത് ഞാൻ ചെയ്യുന്നത്. ഇന്ന് ചെയ്തിട്ടില്ല, നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസം അല്ലെങ്കിൽ അടുത്ത മണിക്കൂറിൽ ഞാൻ ചെയ്യും. ഐ ഷാൽ കംപ്ലീറ്റ് ഓർ ഐ വിൽ കംപ്ലീറ്റ് മൈ കോഴ്സ് within 2 months. I will complete my work within a week. ഒരാഴ്ചക്കുള്ളിൽ. I will write my notes tomorrow. Okay. ഫോമും കറക്റ്റാണ്. യെസ്. നിങ്ങൾ ഇന്ന് ചെയ്യാതിരുന്ന എന്തെങ്കിലും ഒരു കാര്യം, ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ട് ഈ 1:42 വരെയുള്ള സമയത്തിനുള്ളിൽ ചെയ്യാതിരുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് നാളെ ചെയ്യുന്നതെന്ന് പറയും. ഈ 1:42 വരെയുള്ള സമയത്തിനുള്ളിൽ ചെയ്യാതിരുന്ന കാര്യം. ഐ വിൽ ഗോ ടു സ്കൂൾ ടുമാറോ. ഓക്കെ രഞ്ജിത, കറക്റ്റ് ആണ്. ഐ വിൽ ഗോ ടു സ്കൂൾ ടുമാറോ. നാളെ ഞാൻ സ്കൂളിലേക്ക് പോകും. ഇന്ന് പോകണമെന്ന് വിചാരിച്ചിരുന്നതാണ്, പക്ഷെ ഇന്ന് പോയില്ല. ഐ വിൽ ഗോ ടുമാറോ. യെസ്. ഇനി സബ്ജക്റ്റ് വില്ല് അല്ലെങ്കിൽ ഷാല്, പിന്നെ വെർബിന്റെ പ്രസന്റ് ടെൻസ്. അങ്ങനെ പറയുമ്പോൾ ചെയ്യുമെന്നുറപ്പുള്ള ഒരു കാര്യം. ഐ വിൽ ഗോ ടു സ്കൂൾ, ഐ വിൽ റൈറ്റ് ഹോംവർക്ക്. ഓക്കെ. ഇനി ഐ വിൽ കണ്ടിന്യൂ മൈ സ്റ്റഡീസ്. Yes, I will look after my parents. Okay. അപ്പോൾ വില്ല് വെച്ചുള്ള വാചകങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഐ വിൽ സ്റ്റഡി മൈ ലെസൺസ് ടുമാറോ. ഓക്കെ ശ്രീജ, ശരിയാണ്. ഐ വിൽ സ്റ്റഡി മൈ ലെസൺസ് ടുമാറോ. ഐ വിൽ ഈറ്റ് ലഞ്ച് അറ്റ് 2 PM. ഞാൻ 2 മണിക്ക് ലഞ്ച് കഴിക്കും. ഐ വിൽ ടേക്ക് മൈ ലഞ്ച് അറ്റ് 2 PM. ഓക്കെ, അത് ശരിയാണ്. അപ്പൊ ചെയ്യും എന്നുള്ള കാര്യം ഉണ്ടെങ്കിൽ വില്ലോ ഷാലോ വെച്ചിട്ട് ഐ വിൽ ബൈ എ വെഹിക്കിൾ നെക്സ്റ്റ് മന്ത്. രഞ്ജിത, ഓക്കെ, വെരി ഗുഡ്. ഐ വിൽ ബൈ എ വെഹിക്കിൾ നെക്സ്റ്റ് മന്ത്. അടുത്ത മാസം ഞാനൊരു വാഹനം വാങ്ങും. യെസ്. ഇനി അപ്പൊ നമുക്കത് മനസ്സിലായി. അപ്പൊ വില്ല് വെച്ച് വെർബിന്റെ ടെൻസ് ഉപയോഗിച്ച് എഴുതുന്നത് സിമ്പിൾ ഫ്യൂച്ചർ ആണ് മനസ്സിലായി. ഇപ്പൊ നമ്മൾ സംസാരിച്ചത് അതിന്റെ പോസിറ്റീവ് ടൈപ്പുള്ള സെന്റൻസിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചത്. വില്ലും വെർബിന്റെ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് അതിന്റെ നെഗറ്റീവ് സെന്റൻസിനെ കുറിച്ചാണ്. അപ്പൊ നാളെ പോകും എന്നാണെങ്കിൽ ഐ വിൽ ഗോ എന്ന് പറയും.
നാളെ പോകില്ല എന്നാണ്, അതും ഒരു തീരുമാനമല്ലേ. ഐ വിൽ നോട്ട്, നാളെ ഐ വിൽ നോട്ട് ഗോ ടു സ്കൂൾ ടുമോറോ, നാളെ ഞാൻ സ്കൂളിൽ പോകില്ല. അപ്പൊ ആ വില്ല് കഴിഞ്ഞിട്ട് അത് നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു നോട്ട് കൂടി ചേർത്തണം. അപ്പൊ എന്തായി, ചെയ്യാത്ത ഒരു സംഗതിയെ കുറിച്ച്, ഭാവിയിൽ ചെയ്യാത്ത കാര്യത്തെ കുറിച്ചാണ് നമ്മൾ അവിടെ പറയുന്നത്. ഐ വിൽ നോട്ട് യൂസ് മൊബൈൽ ഫോൺ, ഞാൻ മൊബൈൽ ഫോൺ ഉപയോഗിക്കില്ല. ഐ വിൽ നോട്ട് റൈറ്റ് ഹോംവർക്ക്, ഞാൻ ഹോംവർക്ക് എഴുതില്ല. യു വിൽ നോട്ട് സീ മീ, നിങ്ങൾ എന്നെ കാണില്ല. ഐ വിൽ നോട്ട് പ്രിപ്പയർ ഫുഡ്, ഞാൻ ഭക്ഷണം പാകം ചെയ്യില്ല. അപ്പൊ വില്ല് കഴിഞ്ഞതിന് ശേഷം ഐ വിൽ നോട്ട് ഈറ്റ്, അതിനകത്ത് ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. അതായത് ഇപ്പൊ എഴുതിയാലാണ് എഴുതി നോക്കിയില്ല. ഐ വിൽ നോട്ട് ഈറ്റ് നത്തിങ് എന്നൊരു വാക്ക് വന്നു. അപ്പൊ അതിന് കുഴപ്പമെന്ന് അറിയാം, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നോട്ട് എന്ന് പറയുമ്പോൾ നെഗറ്റീവാണ് അല്ലെ, നോട്ട് എന്ന് പറയുമ്പോൾ. നത്തിങ് എന്ന് പറയുമ്പോഴും നെഗറ്റീവാണ്. അപ്പൊ അതിന് രണ്ട് നെഗറ്റീവ് കയറി വരാൻ പാടില്ല. ഒരു നെഗറ്റീവ് ഉണ്ടായാൽ മതി, ആ സെന്റൻസിൽ മുഴുവൻ നെഗറ്റീവ് അർത്ഥം കിട്ടിയിരുന്നു. അപ്പോ ഇപ്പൊ പേര് ശ്രദ്ധിച്ചില്ല, ഓർക്ക. നോട്ട് നെഗറ്റീവാണ്, നത്തിങ് നെഗറ്റീവാണ്. ഐ വിൽ നോട്ട് ഈറ്റ് നത്തിങ് എന്നാണ് എഴുതിയെന്ന് തോന്നുന്നു. പൂജ, ഐ വിൽ നോട്ട് അറ്റൻഡ് ദ പാർട്ടി ടു നൈറ്റ്. വെരി ഗുഡ്, ഓക്കെ. അപ്പോ ആ നത്തിങ് എന്നുള്ളത് മാറ്റിയിട്ട് അവിടെ എനിത്തിങ് ആക്കി കഴിഞ്ഞാൽ ശരിയാണ്. അതല്ലാന്നുണ്ടെങ്കിൽ വില്ലിന്റെ കൂടെയുള്ള നോട്ട് കളഞ്ഞിട്ട് നത്തിങ് പറഞ്ഞാൽ ശരിയാണ്. ഐ വിൽ ഈറ്റ് നത്തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ ഒറ്റ നെഗറ്റീവ് വേർഡല്ലേ ഉള്ളൂ. ഐ വിൽ നോട്ട് ഈറ്റ് എനിത്തിങ്, ഇത് കറക്റ്റ് ആണ്. അല്ലെങ്കിൽ നത്തിങ് ആണെങ്കിൽ വില്ലിന്റെ കൂടെയുള്ള നോട്ട് കളഞ്ഞിട്ട് എഴുതിയാൽ കറക്റ്റ് ആണ്. ഓക്കെ ഓക്കെ. അപ്പൊ എപ്പോഴും അതിലൊന്ന് ചിന്തിച്ചിരിക്കുക, ഒരു സെന്റൻസിൽ രണ്ട് നെഗറ്റീവ് വേർഡ് തരും വരരുത്. ഓക്കെ, യെസ്, ഓക്കെ, ഇത് കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞ് ഒരു വാചകം പറയുന്നു, അതിന്റെ കൂടെ ഒരു നോട്ട് കൂടി ചേർത്തിട്ട് ഒരു നെഗറ്റീവ്, സിമ്പിൾ ഫ്യൂച്ചറിന്റെ നെഗറ്റീവ് ടൈപ്പുള്ള വാചകം എന്ന് പറയും. യെസ്, വില്ല് കഴിഞ്ഞിട്ട് ഷാല് കഴിഞ്ഞിട്ട് ഒരു നോട്ട് ചേർത്താൽ മതി. യെസ്, പറയും. വില്ല് കഴിഞ്ഞിട്ട് ഷാല് കഴിഞ്ഞിട്ട് നോട്ട് ചേർത്തിട്ട് ഐ വിൽ നോട്ട്, ഐ ഷാൽ നോട്ട്. യെസ്, ഐ വിൽ നോട്ട് ഗോ ടു ടെമ്പിൾ ടുമോറോ. ശരിയാണ് സീജ. ഐ വിൽ നോട്ട് യൂസ് മേക്കപ്പ്. ഓക്കെ സൂര്യ, അതും കറക്റ്റ് ആണ്. യെസ്, പൂജ പറയുന്നു ഐ വിൽ നോട്ട് പ്ലേ ബാസ്കറ്റ്ബോൾ, അത് കറക്റ്റ് ആണ്. ഐ വിൽ നോട്ട് പ്ലേ. രഞ്ജിത പറയുന്നു ഐ വിൽ നോട്ട് അറ്റൻഡ് എക്സാം. ഓക്കെ, അത് ശരിയാണ്. ഐ വിൽ നോട്ട് അറ്റൻഡ് എക്സാം. ഓക്കെ, യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ വിൽ നോട്ടിന്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് അത് തന്നെ ഒരു ചോദ്യമായിട്ട് നമുക്ക് ചോദിക്കാം. ഓക്കെ, ഐ വിൽ ഗോ ടു സ്കൂൾ ടുമോറോ, നാളെ ഞാൻ സ്കൂളിൽ പോകും. ഐ വിൽ നോട്ട് ഗോ ടു സ്കൂൾ ടുമോറോ, നാളെ ഞാൻ സ്കൂളിൽ പോകില്ല. ഇത് നമുക്ക് വേണമെങ്കിൽ വേറെ രീതി ചോദിക്കാം, നാളെ നിങ്ങൾ സ്കൂളിൽ പോകുമോ? നാളെ നിങ്ങൾ പോകുമോ? അങ്ങനെ എഴുതാൻ വേണ്ടിയിട്ട് ആ വില്ല് അല്ലെങ്കിൽ ഷാൽ എടുത്തിട്ട് ആദ്യം പറഞ്ഞ ചോദ്യമായിട്ട് പറയും, പിന്നെ നോട്ട് വേണ്ട. ഓക്കെ, അതിന്റെ കൂടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൂടി കഴിഞ്ഞാൽ കറക്റ്റ് ആയി. വിൽ യു ഗോ ടു സ്കൂൾ, നിങ്ങൾ സ്കൂളിൽ പോകുമോ? അപ്പൊ എന്തായിട്ട് മാറിയത്? അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് മാറി, സിമ്പിൾ ഫ്യൂച്ചറിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് മാറി. നമുക്ക് ചോദിക്കാം, നിങ്ങൾ എന്നെ വിളിക്കുമോ? വിൽ യു കോൾ മീ? നിങ്ങൾ എന്നെ ക്ഷണിക്കുമോ? വിൽ യു ഇൻവൈറ്റ് മീ? നിങ്ങൾ എന്നെ പഠിപ്പിക്കുമോ? വിൽ യു ടീച്ച് മീ? ഓക്കെ സീജ, കറക്റ്റ് ആണ്. വിൽ യു കോൾ മീ? യെസ്. ഇനി അടുത്തത്, നിങ്ങൾ പഠിക്കുമോ? വിൽ യു സ്റ്റഡി? നിങ്ങൾ ഇത് മനസ്സിലാക്കുമോ? വിൽ യു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്?
പൂജ ചോദിക്കുന്നത് വിൽ യു മാരി മീ, നിങ്ങൾ എന്നെ വിവാഹം കഴിക്കുമോ? യെസ്, കറക്റ്റ് ആണ്. അടുത്തത് വിൽ യു ബൈ ന്യൂ വെഹിക്കിൾ, നിങ്ങൾ പുതിയ വാഹനം വാങ്ങുമോ? വിൽ യു ബൈ ന്യൂ ഹൗസ്, പുതിയ വീട് വാങ്ങുമോ? അല്ല, അപ്പൊ അങ്ങനെ ആ നോട്ട് കളഞ്ഞിട്ട് വിൽ യു ഗോ ദെയർ. ഓക്കെ, സീജ കറക്റ്റ് ആണ്. നിങ്ങൾ അവിടെ പോകുമോ? യെസ്, വിൽ യു ഗോ ദെയർ. വിൽ യു ഇൻവൈറ്റ് മീ ടു ദ പാർട്ടി? ഓക്കെ രഞ്ജിത, കറക്റ്റ് ആണ്. നിങ്ങൾ എന്റെ പാർട്ടിക്ക് ക്ഷണിക്കുമോ? വിൽ യു ഇൻവൈറ്റ് മീ ടു ദ പാർട്ടി? വിൽ യു സെൻഡ് ഹിം എ മെസ്സേജ്? അവന് ഒരു മെസ്സേജ് അയക്കുമോ? വിൽ യു സെൻഡ് ഹിം എ മെസ്സേജ്? കറക്റ്റ് ആണ്. യെസ്. ഇനി വിൽ യു അറ്റൻഡ് ദ മീറ്റിംഗ്? ഓക്കെ, സീജ മോൾ കറക്റ്റ് ആണ്. നിങ്ങൾ മീറ്റിംഗിൽ പങ്കെടുക്കുമോ? വിൽ യു അറ്റൻഡ് ദ മീറ്റിംഗ്? യെസ്. അപ്പോ വില്ല് എന്നുള്ളതിന്റെ കൺസ്ട്രക്ഷനാണ് നമ്മൾ പറഞ്ഞത്. വില്ല് എന്ന് പറയുന്ന വേർഡ് സിമ്പിൾ ഫ്യൂച്ചർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഭാവിയിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാം. നോട്ട് ഉപയോഗിക്കുമ്പോൾ അത് നെഗറ്റീവായിട്ട് മാറുന്നു. വില്ല് ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻട്രോഗേറ്റീവ് ക്വസ്റ്റ്യൻ ടൈപ്പുള്ള വാചകമായിട്ട് മാറുന്നു. ഇത്രയും കാര്യമാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ, അത് പിടികിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. സംശയം ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ 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 ഓക്കെ. ഇനി നമ്മളൊരു വിഷയം പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ അതിനകത്ത് ഒരു ചർച്ച പോലെ നമ്മളൊരു വിഷയം പറഞ്ഞില്ല, ഓരോരുത്തരും അവരവരുടെ അഭിപ്രായം പറയൂ. അല്ലെങ്കിൽ ഞാനിങ്ങനെ പേര് വിളിച്ച് നിൽക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു വിഷയം പറഞ്ഞിട്ട് ആ വിഷയത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഞാൻ 1-2 വാചകം പറയും. തെറ്റ് ഒരു വിഷയമല്ല, തെറ്റിക്കോട്ടെ, അത് കുഴപ്പമൊന്നുമില്ല. യുവർ ഒപ്പീനിയൻ അബൌട്ട് ദാറ്റ്. ഇപ്പൊ പറയുന്ന വിഷയം ഇത് നമ്മൾ ഇപ്പൊ തന്നെ പറയുന്നു, സിമ്പിളായ ഒരു വിഷയമാണ്. ഞാനല്ലെങ്കിൽ വിഷയം പറയുകയും ഞാനിങ്ങനെ പേര് വിളിച്ച് നിൽക്കാന്ന് മാത്രം വരുള്ളൂ. എന്ത് പറയുന്നു രഞ്ജിത? അറിയോ? ഓക്കെ, ഓക്കെ. ഫാമു അറിയോ? ഓക്കെ, അപ്പൊ സൂര്യ ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫാമു, യുവർ ഒപ്പീനിയൻ? ഓക്കെ. ഫാത്തിമ അറിയോ? ഓക്കെ. അങ്ങനെ 6 പേരേ ഉള്ളൂ. ഫാത്തിമ ഓക്കെ, പറയേണ്ട വേണ്ടത്. സീജാമോൾ ഓക്കെ? സീജാമോൾ ഓക്കെ. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. നിങ്ങൾ തെറ്റിക്കോട്ടെ, അതിലൊന്നും കുഴപ്പമൊന്നുമില്ല. നമ്മളിത് പ്രാക്ടീസ് ആയിട്ട് വിചാരിച്ചാൽ മതി. ഓക്കെ, ഇപ്പൊ ആ വിഷയം പറയാം. ഈ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ ചലച്ചിത്ര അക്കാദമി ചെയർമാനായിട്ടുള്ള പ്രേംകുമാർ ഒരു അഭിപ്രായം പറഞ്ഞു. അദ്ദേഹം ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സീരിയലുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചോദ്യം ഏതോ ഒരു പത്രപ്രവർത്തകർ ചോദിച്ചു. അപ്പോ ആ ചോദ്യത്തിന്റെ മറുപടിയായിട്ട് അദ്ദേഹം പറഞ്ഞു, സീരിയലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എൻഡോസൾഫാൻ പോലെ വിഷമയമാണ് എന്നൊരു വാചകം പറഞ്ഞു. അപ്പൊ അദ്ദേഹം അതിനെ എൻഡോസൾഫാൻ എന്ന് പറയുന്ന വേർഡിനോട് ഉപമിച്ചിട്ട് എൻഡോസൾഫാൻ പോലെ വിഷമയമാണ് എന്ന് പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ചർച്ചകൾ ആ വിഷയത്തില് ആ ഫീൽഡിൽ വന്നു. അപ്പൊ കുറച്ചു പേര് പറഞ്ഞ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് പ്രേംകുമാർ പറഞ്ഞ കാര്യം സത്യമാണ്. കാരണം അത് വൈകുന്നേരത്തെ സമയം കളയുന്നു എന്നുള്ളത് മാത്രമല്ല, ഫാമിലി ബന്ധങ്ങളെ ഒരുപാട് വഷളാക്കുന്നുണ്ട്. മാത്രമല്ല, ഇത് ഫാമിലിയിലുള്ള അംഗങ്ങളെ സ്വാധീനിക്കുകയും അമ്മായിയമ്മ ഇങ്ങനെയായിരിക്കും, മരുമകൾ ഇങ്ങനെയായിരിക്കും എന്നുള്ളൊരു ചിന്ത വരികയും ഒരുപാട് കുടുംബ ബന്ധങ്ങളുടെ
നല്ല ബന്ധം ഇല്ലാതാകുന്നതിന് കാരണമാകുന്നുണ്ട്. പിന്നെ അതൊരു സമയനഷ്ടമാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനെ കുറിച്ച് ഇപ്പൊ നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ അത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞത് ശരിയാണ്. അതുകൊണ്ട് പ്രേംകുമാർ പറഞ്ഞ അഭിപ്രായത്തോട് കുറച്ചുപേര് യോജിച്ചു. ഇനി രണ്ടാമത്തെ കൂട്ടർ അവരതിനെതിരാണ് പറഞ്ഞത്. അവര് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വൈകുന്നേരമാകുമ്പോൾ ബാക്കിയുള്ളവർക്ക് പുറത്തു പോകാൻ ആസ്വദിക്കുന്നതൊക്കെ ചെയ്യാം. വീട്ടിലുള്ള പ്രായമായിട്ടുള്ള ആളുകൾക്ക് അവർക്കൊരു ആശ്വാസം കിട്ടുന്നത് ഈ സീരിയലുകളാണ്. ആ സീരിയലുകൾ അവർ കണ്ടു എന്ന് വിചാരിച്ച് എന്താ കുഴപ്പമില്ല, അവരത് കണ്ടോട്ടെ. യെസ്. രണ്ടാമത്തെ കേസ് പറഞ്ഞത് ഈ സീരിയൽ എന്ന് പറയുന്ന ഈ സംഗതി എത്രയോ ആളുകൾക്ക് ഡയറക്റ്റ്ലി ആൻഡ് ഇൻഡയറക്റ്റ്ലി, പ്രത്യക്ഷമായും പരോക്ഷമായും ജോലി കൊടുക്കുന്നുണ്ട്. അഭിനയിക്കുന്നവർ മാത്രമല്ല, അതിൻ്റെ അകത്ത് ടെക്നിക്കലായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ, അങ്ങനെ സൗണ്ട് മിക്സിങ്, മറ്റ് ഒരുപാട് ആളുകളുണ്ട്, ഫുഡ്, അപ്പൊ ഇവർക്ക് എല്ലാവർക്കും ജോലി കൊടുക്കുന്നുണ്ട്. അപ്പൊ അത്രയും പേർക്ക് ജോലി കൊടുക്കുന്ന ഒരു തൊഴിൽ സംരംഭം കൂടിയാണ് ഈ സംഗതി. അതുകൊണ്ട് ഇത് നിർത്തേണ്ടതില്ല, ഇതിങ്ങനെ തന്നെ പോയാൽ മതി എന്ന അഭിപ്രായമാണ്. ഇനിയാണ് നമ്മളുടെ ചോദ്യം. ഇപ്പൊ ഇത് രണ്ടും നിങ്ങൾ കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയും. അതാണ് വേണ്ടത്. അതാണ് നിങ്ങളുടെ അഭിപ്രായം. ഏത് പുസ്തകമായിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് പറയാം ഐ എഗ്രി വിത്ത് പ്രേംകുമാർ വ്യൂ. ഞാൻ പ്രേംകുമാറിന്റെ അഭിപ്രായത്തിൽ യോജിക്കുന്നു ബിക്കോസ് ഇത് പറയുന്നത് നിങ്ങൾക്ക് ഒന്നോ രണ്ടോ കാരണം പറയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം ഐ ഡിസഗ്രി വിത്ത് പ്രേംകുമാർ. ഞാൻ പ്രേംകുമാറിന്റെ അഭിപ്രായത്തോട് യോജിക്കുന്നില്ല ബിക്കോസ് നിങ്ങൾക്ക് ഒന്നോ രണ്ടോ കാരണം പറയാം. അതുമല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം അക്കോർഡിംഗ് ടു മീ, എന്റെ അഭിപ്രായത്തിൽ സീരിയൽ ഈസ് എന്ന് പറഞ്ഞിട്ട് എന്താണ് നിങ്ങൾക്ക് സീരിയൽ തോന്നിയിട്ടുള്ളത് അതിനെ കുറിച്ച് അഭിപ്രായം പറയാം. ഓക്കെ, അങ്ങനെ കൃത്യമായിട്ട് പറയാം. അപ്പൊ നമുക്ക് ആരാദ്യം ആരംഭിക്കും? കുറച്ച് ധൈര്യമുള്ളത് രഞ്ജിത, ആർ യു റെഡി? രഞ്ജിത ഷാ. ഓക്കെ. രഞ്ജിത അഭിപ്രായം പറയുമ്പോഴേക്കും മറ്റുള്ളവർ അവരുടെ അഭിപ്രായങ്ങളൊന്ന് ക്രോഡീകരിച്ചു വെക്കാം കേട്ടോ. ശരിയായിക്കോട്ടെ തെറ്റായിക്കോട്ടെ, നോ പ്രോബ്ലം. രഞ്ജിത I agree with Premkumar. I agree with Premkumar. Because കാരണം പറഞ്ഞോളൂ. The family, there is it will affect the good relation between mother-in-law and daughter-in-law. അല്ലേ? യെസ്. ഓക്കെ, വെരി ഗുഡ്. അതൊരു കാര്യം പറഞ്ഞത് കറക്റ്റ് ആണ്. ഇത് അവർ തമ്മിലുള്ള അമ്മായിയമ്മയും മരുമോളും തമ്മിലുള്ള ബന്ധത്തെ ബാധിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത പോയിന്റ്. കാരണം മിക്ക സീരിയലുകളുടെയും വിഷയം അതാണ് അല്ലേ? ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ എല്ലാ സീരിയലും ഓക്കെ പറഞ്ഞു. അത് രഞ്ജിത പോയിന്റോട് മുന്നോട്ടെ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതാണ്. എല്ലാ സീരിയലിനും എടുത്തു കഴിഞ്ഞാൽ ഒറ്റ സ്റ്റൈലാണ് അല്ലേ? റൈറ്റ്? അപ്പൊ അതൊന്ന് പറ. എല്ലാ സീരിയലുകളും ഒറ്റ പാറ്റേൺ, സെയിം പാറ്റേൺ ആണ് പറയാം. Every serials are in same pattern. Same pattern. Okay. അപ്പൊ ഞാനൊരു പോയിന്റ് പറഞ്ഞു തന്നാണ്. ഓക്കെ, വെരി ഗുഡ്. ഇനി രഞ്ജിത പോയിന്റ് പറഞ്ഞു. It will affect the time. സമയം വളരെയധികം വേസ്റ്റ് ആക്കി. നമ്മുടെ വീട്ടിൽ എന്ത് പ്രോഗ്രാം സീരിയൽ അഡ്ജസ്റ്റ് ചെയ്യണത് അല്ലേ? യെസ്. അപ്പൊ അതൊന്ന് പറഞ്ഞേ. It will waste a lot of time in front of TV. Okay. We spend a lot of time in front of TV. ടിവിയുടെ മുന്നിൽ നമ്മൾ ധാരാളം സമയം ചെലവഴിക്കുന്നു. ഓക്കെ, വെരി ഗുഡ്. അടുത്തത് പറഞ്ഞതൊക്കെ നല്ല പോയിന്റുകളാണ്, കറക്റ്റാണ്. The serials contain lot of ego problems
that will affect Oh, very good. the family also. Okay, very good, very good, very good. Ego problems. Okay, okay. അതല്ല വാക്കണ്ട. ഈഗോ ഉണ്ടാവുന്നു. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് താരതമ്യം ചെയ്യും. മറ്റേ സീരിയലിൽ പറഞ്ഞ പോലെ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ ഓക്കെ. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ കഴിഞ്ഞെങ്കിൽ that is all about myself. Okay. That's all about myself, sir. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. അപ്പൊ രഞ്ജിത ആദ്യം പറഞ്ഞതുകൊണ്ട് രഞ്ജിതയ്ക്ക് ഒരു ചാൻസ് കൂടി തരാം. കാരണം രഞ്ജിതക്ക് കൂടുതൽ ആലോചിക്കാൻ സമയം കിട്ടിയിട്ടില്ല. ഞാൻ ആദ്യം പറഞ്ഞ രഞ്ജിതയല്ലേ. അപ്പൊ രഞ്ജിത ഒന്നും കൂടിയൊക്കെ ആലോചിച്ച് വെച്ചോ. നല്ല നല്ല പോയിന്റുകൾ ഒന്നും കൂടിയൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല പോയിന്റുകൾ കിട്ടും. ഓക്കെ, അത് വേറെ എന്തും പോകണ്ട, നമ്മുടെ വീട്ടിലോട്ട് നോക്കിയാൽ മതിയല്ലോ. വേറെ എന്തിനാണ് വേറെ സ്ഥലങ്ങളിൽ പോണത്? നിങ്ങൾ വിവാഹം ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നതാണെങ്കിൽ അവിടെ നോക്കാം, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തം വീട്ടിലേക്ക് ഒന്ന് തിരിച്ചു നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് കിട്ടും. അപ്പൊ അതിന്റെ വാക്കുകളൊക്കെ വെച്ച് അതൊന്ന് പറയാൻ ശ്രമിച്ചാൽ മതി. ഓക്കെ, ഫാമു. ഫാമു ഫാമു തയ്യാറാവുകയെന്ന് തോന്നുന്നു. സൂര്യ. സൂര്യയുടെ അഭിപ്രായം പറഞ്ഞു. I agree, Premkumar's word. According to me, Yes. I have no time to spend for it. Yes. And no good things to see in the serial. Yes. എന്തെങ്കിലും all serial subject is same pattern. Yes. Somewhere mother-in-laws cruelty. Some serial daughter-in-law cruelty. ഓക്കെ ഓക്കെ. ക്രൂവൽറ്റി ആണ്, പക്ഷെ അങ്ങോട്ട് മാറുന്നു എന്നുള്ളതുള്ളൂ അല്ലേ? വെരി ഗുഡ്. ഓക്കെ ഓക്കെ. അപ്പൊ ഈ കാര്യം സൂര്യ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. യെസ്. പിന്നെ വേറൊരു കോമൺ ആയ ഒരു ഫാക്ടർ കിടപ്പുണ്ട്. അതായത് നമ്മളിപ്പോ ഒരു സിനിമയ്ക്ക് പോയി കഴിഞ്ഞാൽ അതൊരു 3 മണിക്കൂർ കഴിയുമ്പോൾ അവസാനിക്കുമെന്ന് നമുക്കറിയാം, അല്ലെങ്കിൽ 2.25 മണിക്കൂർ കഴിയുമ്പോൾ അവസാനിക്കുമെന്ന് അറിയാം. ഒരു ചെറിയൊരു ഷോർട്ട് ഫിലിമാണ് നമ്മൾ കാണുന്നതെങ്കിൽ അതും ഒരു 15-20 മിനിറ്റോ കഴിയുമ്പോൾ അവസാനിക്കുമെന്ന് അറിയാം. ഇതിന്റെ ഒരു അവസാനം നമുക്ക് പറയാൻ പറ്റും. അതൊന്നും പറഞ്ഞേ. ഇത് ഒരിക്കലും അവസാനിക്കാതെ ഇങ്ങനെ നീണ്ടു പോണതാണ്. Human automatically addicted to the serial. ഓക്കെ ഓക്കെ ഫാത്തിമ, ഇതിൻ്റെ അകത്തൊരു പ്രശ്നം ഫാത്തിമ പറഞ്ഞ കറക്റ്റ് ആണ്. ഓട്ടോമാറ്റിക്കായിട്ട് അഡിക്റ്റ് ആയി. നമ്മ അഡിക്റ്റ് ആവണ്ട എന്ന് വിചാരിച്ചാലും ഓട്ടോമാറ്റിക്കലി ആ സമയമാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതൊരു അഡിക്റ്റ് ആയി പോകും. അത് ഒരു ലഹരി പോലെ വരെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം സീരിയൽസ് ആർ നെവർ എൻഡിങ്. അതിങ്ങനെ വലിച്ചു നീട്ടി കൊണ്ടുപോകരുത്. നെവർ എൻഡിങ്. അതിനകത്തൊരു പെൺകുട്ടി പ്രഗ്നന്റ് ആണെങ്കിൽ 1 വർഷമല്ല 2-3 കൊല്ലമൊക്കെ അതേ അവസ്ഥയിൽ തന്നെ അത് മുന്നോട്ട് പോകും. യെസ്. ഓക്കെ, പിന്നെ അടുത്ത പോയിന്റ് പറഞ്ഞു സൂര്യ. അത്രേ ഉള്ളൂ അല്ലേ? ഓക്കെ, ഇനിയും ആലോചിച്ചു സമയം തരണ്ട. ഇതേ പറയുന്നത് തെറ്റിക്കോട്ടെ, നമുക്ക് ഒരു സംഗതി നമ്മുടെ മനസ്സിലുണ്ടല്ല, ഗുഡ് ആൻഡ് ബാഡ്. നോ ഗുഡ് എന്ന ഒരു വാക്ക് പറഞ്ഞു. പിന്നെ കറക്റ്റ് ഒരു കാര്യം പറഞ്ഞു. The serial shows the cruelty. Sometimes it is the cruelty of the mother-in-law, or sometimes it will be the cruelty of the daughter-in-law. Okay, Sija Mod. Sir. Okay, Sija Mod എന്ത് തോന്നുന്നു?
Sir, in my opinion, serials are quite good Very as good. well Very as in my opinion. serials are quite good as well as they make negative impact to the society and the family. Very good. Besides that, most of the elder people who have no any space for their leisure and entertainment, it is very good Yes. for them. Yes. Most of the Malayalam serials are very common in a same pattern, and it lasts for many years. Yes. On the other hand, there is a good impact that is for artists and the technicians. Yes. For them, they make their livelihood Yes. In the serial field. Yes. The serials are very long enough, though, so they can get their livelihood for the years and years. In Yes. cinema, it will in a short-term manner. Yes. So I agree in a positive side for the technicians and the artist, but Yes. for the family, it will make the negative impact. Yes. അപ്പോ സിജം കൂടെ അതിന്റെ രണ്ട് വശമാണ് പറഞ്ഞത്. പോസിറ്റീവ് സൈഡ്, നെഗറ്റീവ് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ പറയുന്നതിനെയും നെഗറ്റീവ്ലി എഫക്ട് ദ ഫാമിലി റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ആ സംഗതിയിൽ സിജയും കുറച്ച് നിൽക്കുകയാണ്. ഓക്കെ 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 സിജ, ഓക്കെ ഓക്കെ, യുവർ ഒബ്സർവേഷൻ ഇസ് വെരി ഗുഡ്. ഓക്കെ ഓക്കെ ഓക്കെ. ഫാത്തിമ, ഹൗ ഡു യു ഫീൽ? ഫാത്തിമ? യെസ്, നെറ്റ് പോയാലെന്ന് വിചാരിക്കുന്നു. രമ്യ? രമ്യ Yes, sir. കേട്ടായിരുന്നോ ഞങ്ങളിവിടെ പറഞ്ഞത്? ഇല്ല സർ, എനിക്കൊന്ന് ലെഫ്റ്റ് അടിച്ച് പോകണ്ടെന്ന്. ആ ഓക്കെ ഓക്കെ ഓക്കെ. ഞങ്ങളിവിടെ പറഞ്ഞതേ സീരിയലിനെ കുറിച്ചാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോ അതുമായി ബന്ധപ്പെട്ട അഭിപ്രായം എന്താണ്, സീരിയലിനെ കുറിച്ച് അഭിപ്രായം എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ രഞ്ജിത പറഞ്ഞു, സൂര്യ പറഞ്ഞു, സീജ പറഞ്ഞു. അപ്പൊ രമ്യക്ക് എന്ത് തോന്നുന്നു, സീരിയലിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? നല്ലതാണെന്നാണ്, മോശമുള്ളതാണ്? Some are very addicted. Some are very addicted. Okay, okay. ആ സമ്മില് രമ്യ ഉണ്ടോ? ഇല്ല സർ, I don't like serials. Oh, very good, very good. Yes. It never ended. It goes on, sir. Never ended. ഇതൊരിക്കലും അവസാനിക്കുന്നില്ല. ഇത് വലിച്ചു നീട്ടി പോയാണ് അല്ലേ? വെരി ഗുഡ്. പിന്നെ The actress, dress and makeup still night, sir. അതൊക്കെ ബോറിംഗ് ആണ്. Yes, sir. കിടന്നുറങ്ങുകയാണെങ്കിലും പട്ടുസാരിയാണ് അല്ലേ? യെസ്. രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴും പട്ടുസാരിയിലാണ്. യെസ്. ഓക്കെ. പിന്നെ റീന റെഡി ആയിക്കോട്ടോ. യെസ്. ഓക്കെ ഓക്കെ. ബിക്കോസ് ഓഫ് ഓൾ ദീസ് റീസൺസ്. ഓക്കെ. ഫാമു റെഡി ആയോ? യെസ്. ഫാമു പറയാതെ പറഞ്ഞതാണല്ലോ. യെസ്. റീനയുടെ അഭിപ്രായം എന്താണ്? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ, റീന? റീന എമ്മൻ. സർ പറയൂ സർ. ഓക്കെ 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 ഓക്കെ. ഗെറ്റ് റെഡി. യെസ്. ഓക്കെ ഓക്കെ. ഫാംനെസ്. യെസ്. ഓക്കെ. അപ്പൊ ഇപ്പൊ പറഞ്ഞ ആർക്കെങ്കിലും പറഞ്ഞതിൽ നിന്നൊരു പോയിന്റ്, 1-2 പോയിന്റ് കൂട്ടാനുണ്ടെങ്കിൽ പറയട്ടെ. ആർക്കെങ്കിലും, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, എന്നാലും ഒരു പോയിന്റ് കൂടി ഞാൻ അതിന്റെ കൂടെ ആഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് പറയാൻ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഐ ആഡ് 1 more point എന്ന് പറഞ്ഞിട്ട് പറയാം.
ആർക്കുമില്ല? ശ്രീജയ്ക്ക് കാണുമല്ലോ എന്തെങ്കിലും കൂടുതലായിട്ട് പറയാനായിട്ട്? റീന ഓക്കെ, പറഞ്ഞു ശ്രീജ. Serials are good for the elder people. Yes. They get the entertainment, and they have no space for their entertainment and leisure. Yes. Most of the time they spend in front of the television. Yes. Okay. Okay, Sijamon, Reena, ready ആയില്ലേ? Okay, Tell me, sir. നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞു റീന. Serial is not only good, but also it is a entertainment, sir. Yes. Entertainment in housewives. Yes. Reena, have you the habit of seeing serial? Which is your favorite serial? I watching one serial, Swandanam. Yes. Name of the serial is Swandanam. Santhanam. Oh, okay. Very good. And you watch only Santhanam, no other serial? Yes. Yes. What is the speciality that you see in Santhanam serial? Anything particular? Family. Starting, I like family serial, family story. Yes. Family story. Okay. That is why you want to see only Santhanam only. Okay. Common അഭിപ്രായം പറഞ്ഞത് അത് ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി കാണുന്നു. ഓക്കെ, വാട്ട് ഈസ് യുവർ കോമൺ ആയിട്ടുള്ള അഭിപ്രായം എന്താണ്? കോമൺ ആയിട്ട് പറഞ്ഞാല് സർ, നോട്ട് ഗുഡ്, ബാഡ്. സീരിയൽ ഈസ് ബാഡ്. ബാഡ്. ഓക്കെ, അപ്പൊ കാണുന്നുണ്ട് എങ്കിലും പറയേണ്ടത് ദാറ്റ് ഈസ് ബാഡ്. എനിക്കറിയാം അത് മോശമുള്ളത്, എന്നാലും പറയുന്നു. ഓക്കെ. നമ്മളെ പറയിപ്പിക്കുന്നത് സീരിയലിന് വേണ്ടിയിട്ടല്ല, അതവിടെ നിന്നോട്ടെ, നിങ്ങളത് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങളത് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നണം, ഞാനൊരു കാര്യം പറയാൻ ഇംഗ്ലീഷിൽ പറയാൻ ശ്രമിച്ചിട്ട് അതങ്ങോട്ട് ശരിയായില്ലല്ലോ, നമുക്ക് അത് തന്നെയല്ലേ വേണ്ടേ? അത് തന്നെയാണ് നമുക്ക് വേണ്ടത്. എന്ത് വേണ്ടത്? നമുക്ക് ഒരു കാര്യം, ഒരു ജോലിക്കൊക്കെ പോകുമ്പോൾ, ഒരു ഇന്റർവ്യൂ ഒക്കെ പോകുന്ന ആളുകൾക്കൊക്കെ സംസാരിക്കുക വേണ്ടേ? അപ്പൊ അതൊരു കോൺഫിഡൻസ് ഉണ്ടാക്കാന്നുള്ള മാത്രമാണ്. ഓക്കെ, അത് സീരിയലിനുള്ള സംഗതി കിട്ടും, അത് നിങ്ങൾ കാണുകയും കാണാതിരിക്കാതെ ഒന്നും ഒരു വിഷയമേ അല്ല. യെസ്, പറഞ്ഞു റീന. സർ എന്താ പറയണ്ടേ? കണ്ടിന്യൂ. I watching one serial, that is a tea break time. Yes. So I watching news with one serial. Yes. Now two people are addicted the serial. Yes. Because one that is exciting last scene. Yes. So next day what happened? Okay. Okay, ready. Last moment of the serial is very thrilling and exciting. So we will wait for tomorrow. Am I right? Yes, okay. sir. Okay. Then we addict serial. Yes. If you get a chance to act in a serial, will you accept? No, sir. Never. Never. Okay. So, Ranjita, if you get a chance to act in a serial, will you accept the offer? No, sir. Don't. You will get nearly 10,000 rupees per day. You will get nearly 10,000 rupees per day. But I don't know to act well. Okay, acting അറിയാമായിരുന്നെങ്കിൽ അഭിനയിക്കുമായിരുന്നു. Yes, of course, I will. Yes, I will. അപ്പൊ അല്ല, അതൊരു എന്താ പറയാ,
ജോലിയായിട്ട് കാണുന്നു അല്ലേ? നമ്മൾ വേറെ സ്ഥലത്ത് ജോലിക്ക് പോകുന്ന പോലെ സീരിയൽ എനിക്ക് ഇഷ്ടമല്ല, ഇതൊക്കെയാണ്. പക്ഷെ ഞാൻ ഇതൊരു ജോലിക്കായിട്ട് പോകുന്നു. ഓക്കെ സൂര്യ, ഹൗ ഡു യു ഫീൽ ഇഫ് യു ഗെറ്റ് എ ചാൻസ്, വിൽ യു accept the offer? Surya is not responding. Sija Mol, Sir. if you get a chance to act in a serial, will you accept the offer? You will get nearly 10,000 rupees per month, per day. Sorry, per month or per day? Definitely, sir. Definitely. Definitely. I will get, if I get a chance to act in a serial, I'm very interested to act or mimic people and sing. Okay. So I can, if I get a chance, I will definitely accept the chance. ഓക്കെ. അപ്പൊ സീജയ്ക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടതില്ല, അല്ലാണ്ട് എന്നെ പറയുകയാണ് അല്ലെ? വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഈസ് റൈറ്റിംഗ് ഫോർ സീരിയൽ. അപ്പൊ ഹി ടോൾഡ് മീ അബൌട്ട് ഓൾ ദീസ് തിങ്സ്. ദാറ്റ് ഈസ് വൈ ഐ ടോൾഡ് യു ദാറ്റ്. രമ്യ, Yes, sir. will you accept the offer if you get a chance to act? Yes, sir, I do. No. Yes, because you don't know how to. I don't know how to act. That is why I am not accepting the offer. If I know how to act, I will accept the offer. അതാണ് ഉദ്ദേശിച്ചത്. Yes, sir. Yes. Okay. Very good. Yes. അപ്പൊ നിങ്ങളെ കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയിപ്പിക്കുക, അത് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. കുറച്ച് വിജയിച്ചിട്ടുള്ളൂ, പൂർണ്ണമായിട്ട് വിജയിച്ചെന്ന് പറയാൻ പറ്റിയിട്ടില്ല. ഇതിങ്ങനെ പല പ്രാവശ്യം ഞാനിങ്ങനെ പല വിഷയങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾ അതില്ലാതൊന്ന് ചാടി പിടിക്കണം. തെറ്റങ്ങ് തെറ്റിക്കോട്ടെ. അടുത്ത പ്രാവശ്യം പറയുമ്പോൾ ഇപ്പൊ പറഞ്ഞ 2 സെന്റൻസ് നിങ്ങൾ അടുത്ത പ്രാവശ്യം പറയുമ്പോൾ 3 സെന്റൻസ് ഉണ്ടാവും, പിന്നെ പറയുമ്പോൾ 4 സെന്റൻസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ കയറി വരും. അപ്പോ നിങ്ങൾ മാറി നിൽക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. അഫ്സലഫി ലേറ്റ് ആയി പോയോ? ഓക്കെ. ഇനി ഞാൻ 1-2 ചോദ്യങ്ങൾ ചോദിക്കാം. സിമ്പിളായ ചോദ്യങ്ങളാണ്. നിങ്ങൾ ആ ചോദ്യങ്ങൾക്കൊന്ന്, ഇംഗ്ലീഷിലാണ് ചോദ്യങ്ങൾ. യു ട്രൈ ടു ആൻസർ ദ ക്വസ്റ്റ്യൻസ്. ഓക്കെ ശരി. ഓക്കെ എല്ലാവരോടും കൂടിയാണ്. വെരി ഗുഡ്. നിങ്ങൾ അത് ട്രൈ ചെയ്യപ്പോൾ. യെസ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ദ ക്വസ്റ്റ്യൻ ഈസ് ദിസ്. ഇതിന്റെ പ്രത്യേകത ഉള്ളത്, നിങ്ങളുടെ ഉത്തരം എല്ലാം ഫസ്റ്റ് ലെറ്റർ, ഉത്തരത്തിന്റെ ആദ്യത്തെ വാക്കല്ല ലെറ്റർ ജിയും രണ്ടാമത്തെ വാക്ക് ആറുമാണ്. ജി പിന്നെ ആർ. GR എന്ന് പറയുന്ന ലെറ്ററിലാണ് നിങ്ങളുടെ ആൻസർ ആരംഭിക്കുന്നത്. ഇപ്പൊ ഗ്രീൻ എന്ന് പറയുമ്പോ GREEN GR തുടങ്ങുന്നുണ്ട്. G and R. ഓക്കെ, ഐ തിങ്ക് യു ഗോട്ട് ദ പോയിന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയൊക്കെ തന്നെ. ഓക്കെ, ചോദ്യം ഇതാണ്. എ ബ്ലാക്ക് സ്റ്റിക്ക് ഇൻസൈഡ് എ പെൻസിൽ. എ ബ്ലാക്ക് സ്റ്റിക്ക് ഇൻസൈഡ് എ പെൻസിൽ. ബ്ലാക്ക് സ്റ്റിക്ക്, STICK. ഓക്കെ സീജ, യുവർ ആൻസർ ഈസ് റൈറ്റ്. അപ്പൊ സീജ പറഞ്ഞു ഗ്രാഫൈറ്റ്. കറക്റ്റ് ആണത്. ഓക്കെ, അപ്പൊ സീജ ആദ്യം പറഞ്ഞതുകൊണ്ട് സീജ കൊടുത്തിട്ടുണ്ട് പോയിന്റ് കേട്ടോ. യെസ്, ഗ്രാഫൈറ്റ്. ഓക്കെ. വെരി ഗുഡ്. ഇനി അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യുവർ പാരന്റ്സ്, അപ്പോസ്ട്രോഫിയസ് ഉണ്ട്. പാരന്റ്സ്. യുവർ പാരന്റ്സ്, പാരന്റ് അല്ലെങ്കിൽ പാരന്റ്സ്. grandfather, grandmother. grandfather, grandparent. അപ്പൊ ജ്യേഷ്ഠ പറഞ്ഞ കറക്റ്റ് ആണ്, സീജ പറഞ്ഞത് കറക്റ്റ് ആണ്. ഓക്കെ. ദേഷ്യം കണ്ടില്ലല്ലോ നേരത്തെ. ഞങ്ങളിവിടെ വലിയ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തിരുന്നു. യെസ്, ഓക്കെ. കേറാൻ പറ്റിയില്ല. ഓക്കെ, നോ പ്രോബ്ലം. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ. എ ബിൽഡിംഗ് where WHERE where
you grow your plants. PLANTS, plants, ചെടികൾ. A building where you grow your plants. ഗ്രൗണ്ട് ഫ്ലോർ ആണോ? മനസ്സിലായില്ല. A building. Building including shed ഒന്നുകൂടി ആയി. A building where you grow your plants. Ground. വേറെ പേര് കൂടി ഉണ്ട് ഇതിന്. സീജ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. രമ്യ, വേറെ വാക്കുണ്ടായിരുന്നു പറയാമോ? കളറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് അതിന് പറയുന്ന പേര്. ഗ്രാഫിക്സ് ഡിസൈൻ. അതല്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഞാനെടുക്കുന്ന ചോദ്യം, നമ്മളിപ്പോ ഈ നഴ്സറിയിൽ നമ്മളിവിടെയൊക്കെ പോയാൽ കാണാം, ഈ പച്ച ഷീറ്റ് ഇങ്ങനെ വലിച്ച് ഒരു വീട് പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളില് ചെടികൾ നമ്മൾ കാണാറുണ്ട്. ഗ്രീൻ ഹൗസ് എന്നാണ്, ഗ്രീൻ ഹൗസ് കേട്ടോ. where you see your plants, that is called greenhouse. ഓക്കെ സീജ, ഞാൻ ഉത്തരം പറഞ്ഞു പോയി, അതുകൊണ്ട് ഞാൻ തന്നെ എടുക്കുന്നുണ്ട് സീജ അത്. ഓക്കെ 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 ഓക്കെ. അടുത്തത് വെരി സിമ്പിൾ ആണ്. ഓക്കെ 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 ഓക്കെ. ടു കുക്ക് ഫുഡ്. You cook food on metal bar. To cook food on metal bar. Okay, പറഞ്ഞു. ശരിയാണ് ആൻസർ. ഗ്രിൽ. നമ്മൾ ഗ്രിൽ നോക്കിയേ, ഭക്ഷണം പാകം ചെയ്യുന്നത്. മെറ്റലിന്റെ ഒരു ബാർ, ഗ്രിൽ ചിക്കൻ ഇല്ലേ, അതൊക്കെ സംഭവം. അതിന്റെ മുകളിൽ ചിക്കൻ വെച്ചാൽ ഗ്രിൽ ചിക്കൻ, ഗ്രിൽ. ഓക്കെ ഓക്കെ ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A small bomb thrown by hand. A small bomb thrown by hand. A small bomb. Okay, Surya, correct answer. Grenade. Okay, 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 okay. Grenade. Okay, very good, very good. Okay. Next question. ഞാനൊരു സിറ്റുവേഷൻ പറയുന്നത്, അതിന്റെ ഒരു വേർഡ് പറഞ്ഞാൽ മതി, അതേ അർത്ഥമുള്ള വേർഡ് പറഞ്ഞാൽ മതി. ടു ബിക്കം ബിഗ്ഗർ. BIGGER. ടു ബിക്കം ബിഗ്ഗർ. ഓക്കെ രമ്യ, കറക്റ്റ് ആൻസർ. ഓക്കെ ഓക്കെ. അപ്പൊ അത് രമ്യക്ക് കൊടുത്തിട്ടുണ്ട്. രമ്യ ഇസ് കറക്റ്റ് ആൻസർ. ആദ്യം പറഞ്ഞിട്ടുണ്ട് ഗ്രോത്ത്. ഗ്രോത്ത് അല്ലെങ്കിൽ ഗ്രോ. വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്തത് ഓപ്പോസിറ്റ് ഓഫ് ബ്രൈഡ്. BRIDE, ബ്രൈഡ്. Groom. അപ്പൊ റീനയും പറഞ്ഞിട്ടുണ്ട്, രമ്യയും പറഞ്ഞിട്ടുണ്ട്. റീന, ബാക്കിയുള്ളവരും പറഞ്ഞിട്ടുണ്ട്. എന്നാലും ആദ്യം പറഞ്ഞവരെ നമ്മൾ പരിഗണിച്ചു. ഓക്കെ 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 ഓക്കെ. ഓപ്പോസിറ്റ് ഓഫ് ബ്രൈഡ്, ഗ്രൂം. അടുത്തത് എ യൂണിറ്റ് ഓഫ് വെയിറ്റ്. A unit of weight. Gram. Okay, okay. രമ്യ അതിന്റെ സീജ. സാറേ ഞാനും പറഞ്ഞു. ഗ്രാം. റീന. ഓക്കെ 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 ഓക്കെ. യെസ്. അപ്പൊ അത് ഗ്രാം, നമുക്കറിയാം, ചെറിയ യൂണിറ്റ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി അടുത്തത് എ കളർ ബിറ്റ്വീൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. A color between black and white. Gray. Okay, okay. ദേശ പറഞ്ഞിട്ടുണ്ട്, രമ്യ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് ബാക്കിയുള്ളവരും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് ഗ്രേ ആണ്. ഗ്രേ കുറച്ചുകൂടി കളർ കൊടുക്കുമ്പോൾ ബ്ലാക്ക് ആയി, ഗ്രേ കുറച്ചുകൂടി കളർ കുറച്ച് കഴിയുമ്പോൾ വൈറ്റ് ആയി. ഇൻ ബിറ്റ്വീൻ ദീസ് ടു. വെരി ഗുഡ്. യെസ്. അടുത്തത് an insect, INSECT, with long
legs, L-E-G-S, legs that hops, H-O-P-S. An insect with long legs that hops. Okay, CJ വന്നിട്ടുണ്ട്. റീന എന്താ പറഞ്ഞത്? grasshopper. Grasshopper. Okay, റീന കറക്റ്റ് ആണ്. Grasshopper. Yes. അപ്പോ CJക്കും റീനക്കും രേഖപ്പെടുത്തിയിട്ടുണ്ട്. Okay. Very good. Okay, then one more question. ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണ്. A place where dead people are buried. A place where dead people are buried. Graveyard. Sija Mon. Okay. Sija. Okay. Correct. Graveyard. Grave എന്ന് പറഞ്ഞാൽ കുഴിമാടം. The elegy written in a country church എന്ന് പറയുന്ന ഒരു കവിതയുണ്ട്. വായിച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും? ഡിഗ്രിക്കോ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ? യെസ്. ഓക്കെ. അത് വളരെ രസകരമായിട്ടുള്ള കവിതയാണ്. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ഇന്നത്തെ ചോദ്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതിന് സന്തോഷം. ആര് ഉത്തരം പറഞ്ഞു മാർക്ക് കിട്ടിയോ എന്നുള്ളത് വിട്ടേക്കട്ടോ, അത് വിഷയമാക്കണ്ട. മാർക്കല്ല നമുക്ക് കാര്യം. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായോ എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. ഓക്കെ, അപ്പൊ സൂര്യക്ക് 1 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, ദേശക്ക് 2 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, റീനക്ക് 3 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, രമ്യക്ക് 4 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, സീജക്ക് 6 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയാ, PSC-യുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് അല്ലെങ്കിൽ പരീക്ഷയൊക്കെ എഴുതുമ്പോൾ നിങ്ങൾക്കത് കഴിയും അല്ലെ, സ്കോർ ചെയ്യാൻ പറ്റും ജനറൽ നോളജ് എന്നുള്ള ആ ഒരു അഭിപ്രായം എനിക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇന്നത്തെ നിങ്ങളുടെ പ്രകടനം മെച്ചപ്പെട്ട പ്രകടനമായിരുന്നു. Okay, CJ, participation is most important. Not to win the game, but to participate. Jesse Owens in the പഴയൊരു സ്റ്റോറി ഉണ്ട്. ആര്യന്മാരുടെ കാലഘട്ടത്തിൽ ജെസ്സി ഓൾസ് ലോങ് ജമ്പിൽ പങ്കെടുത്ത കഥയിൽ പറയുന്ന ഒരു വേർഡാണ്. അറിയാണ്ടാണെങ്കിൽ CJ നമ്മളോട് പറഞ്ഞത്, നോട്ട് ടു വിൻ ബട്ട് ടു പാർട്ടിസിപ്പേറ്റ്. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. സോ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ നിങ്ങൾ അങ്ങോട്ട് ഇത് നിങ്ങൾ ചെയ്യണതല്ല, നമ്മളൊരു ചർച്ച അല്ലെങ്കിൽ ഒരു വിഷയമൊക്കെ പറയുമ്പോൾ അതിനകത്ത് പങ്കെടുക്കാം. പറയുന്നത് തെറ്റിക്കോട്ടെ, അത് നിങ്ങൾ വിഷയമേ ആക്കണ്ട. അതങ്ങനെ തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം. തെറ്റേ ഞാൻ പറയുന്നത്, എനിക്കതറിയാം, എന്തായാലും ഞാനത് പറയും. അപ്പൊ അത് നിങ്ങൾക്കത് പറയാനായിട്ടുള്ള ധൈര്യം വരും. അത് നിങ്ങൾക്ക് പിന്നീട് ഒരുപാട് ഗുണം ചെയ്യും. ഓക്കെ, ഇത് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ മക്കളെയോട് പറഞ്ഞു കൊടുക്കുക. അവരും ഇത് ചെറുപ്പത്തിൽ തന്നെ ആ ഒരു സഭാകമ്പോ ആ പേടി ഒന്ന് മാറ്റിക്കിട്ടും. ഒരു സ്റ്റേജ് പോലെ നിങ്ങളുടെ വീട്ടിലകത്ത് സ്റ്റെയർ ഉണ്ടെങ്കിൽ ഒരു 4 അതൊക്കെ ഒരു ടെക്നിക്കാണത്. ഒരു 4 സ്റ്റെപ്പിന്റെ മുകളിൽ ആ കുട്ടീനെ കയറ്റി നിർത്തുക. പറഞ്ഞോ സീജ? ഓക്കെ, 4 സ്റ്റെപ്പിന്റെ മുകളിൽ, അത് 5ാമത്തെ സ്റ്റെപ്പിന്റെ മുകളിൽ ആ കുട്ടിയെ കയറ്റി നിർത്തുക. എന്നിട്ട് നിങ്ങൾ കസേരയിട്ട് താഴെ ഇരിക്കുന്നു. എന്നിട്ട് അവനോട് പറയാം, അവിടെ നിന്ന് പറയാം. അപ്പൊ അവൻ അവിടെ നിന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റേജിന്റെ ഫീല് വരും കുട്ടിക്ക്. അപ്പൊ അത് പിന്നീട് ഒരു സ്റ്റേജിൽ കയറി പറയുമ്പോൾ ആ ഒരു ഫീല് വരും. അത് ഞാനത് പറഞ്ഞാൽ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ കുറച്ച് പേരെ താഴെ നിർത്തിയിട്ട് നിങ്ങൾ ഒരു സ്റ്റെയർ കേസ് ഉദ്ദേശിച്ചത് കൊണ്ട് സ്റ്റെയർ കേസ് ആവണമെന്നില്ല, ഒരു ഹൈറ്റുള്ള സ്ഥലം. അപ്പോ ഇതാവുമ്പോൾ അവിടെ ഒക്കെ നിങ്ങൾ താഴേക്ക് നോക്കി 2 വാക്കൊന്ന് പറഞ്ഞു നോക്കി. അപ്പൊ നിങ്ങൾക്കറിയാം അതൊരു ഫീല് വേറെ വരുന്നത്. അപ്പൊ ഇതൊക്കെ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാവുന്ന ചെറിയ ട്രെയിനിങ് ആണ്. 2 ആളുകളുടെ മുഖത്ത് നോക്കിയിട്ട് ധൈര്യസമേതം 2 വാക്ക് പറയാനായിട്ടുള്ളൊരു ചെറിയ ഒരു ട്രെയിനിങ് ആണ് നമ്മൾ അറിയാണ്ടി കൊടുക്കുന്നത്. അപ്പോൾ അത് പിന്നെ അവർ ഡെവലപ്പ് ചെയ്ത് വന്നോളൂ. അപ്പൊ അങ്ങനെ അത് ട്രെയിനിങ് നമുക്ക് കിട്ടാത്തതിന്റെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, ഇത് എന്റെ മകനോ മകൾക്കോ ഞാൻ വരുത്തൂല, ആ ലെവലിൽ നിന്ന് മാറ്റും എന്ന് സ്വയം ചിന്തിക്കുക. നിങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ അവരെ ചെയ്യിപ്പിക്കുകയും കൂടി ചെയ്യുക. ഓക്കെ, സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. We will meet in the next day. Thank you, sir. Thank you. Thank you, sir.